ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ മുസ്ലിമിൻ്റെ ആധിപത്യം അവിടെ ഭരണം വരാൻ പോകുകയാണെങ്കിൽ നമ്മൾ ഇവിടെ നാട് ഇവിടെയാണ്. അവരൊക്കെ ഭരണത്തിൽ വന്നാൽ നമ്മളെല്ലാം ആത്മഹത്യ ചെയ്യുന്നുണ്ട്. മുസ്ലിം ആധിപത്യം ഇവിടെ വന്നിട്ടെ അങ്ങനെ ഇപ്പൊ മുസ്ലിങ്ങൾ ഹിന്ദു സഹോദരങ്ങളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നു. ഞാൻ സമ്മതിക്കൂല. ഞാൻ പോയി തരാം. എന്റെ ഹിന്ദു സഹോദരങ്ങളോട് ഒറ്റ കാര്യം മാത്രം പറയാണ്, ഞങ്ങൾ മുസ്ലിമീങ്ങളൊക്കെ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾ സന്തോഷത്തോടും സമാധാനത്തോടെ ജീവിക്കുക. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവിടെ മുസ്ലിം ക്രിസ്ത്യാനിയൊക്കെ ഉള്ളപ്പോഴാണ് ഹിന്ദു എന്ന വ്യാപക അർത്ഥത്തിന്റെ പരിധിയിൽ ഇവിടെയുള്ള പിന്നോക്കക്കാരൊക്കെ വരിക. ഇല്ലെങ്കിൽ മേൽജാതിക്കാരും കീഴ്ജാതിക്കാരും സവർണനും അവർണനും എന്ന 2-3 തട്ടക്കയായിട്ട് തിരിച്ചിട്ട് ഒരു വിഭാഗത്തെ പൂർണ്ണാർത്ഥത്തിൽ മനുഷ്യരായിട്ട് പോലും പരിഗണിക്കാത്തതാണ് ഭൂതകാല ചരിത്രം ഞാൻ വായിച്ചിട്ടുള്ളത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പം നമ്മൾ ഒരുപാട് പുരോഗമിച്ചില്ലേ. ഇപ്പം 21-ാം നൂറ്റാണ്ടിൽ 2025 നമ്മളൊക്കെ നിൽക്കുന്നത്. ഇന്ന് പാവപ്പെട്ട ഹിന്ദുവിന് മോചനം കിട്ടിയോ? ഇന്നിപ്പം നിലവിൽ ഭരിക്കുന്നത് മുസ്ലിം അല്ലല്ലോ. ഇന്ന് രാജ്യം ഭരിക്കുന്ന മുസ്ലിം അല്ലല്ലോ. അല്ല. ഇന്ന് പാവപ്പെട്ട ഹിന്ദുവിന് മോചനം കിട്ടിയോ? ഫോർ എക്സാമ്പിൾ, ഞാൻ പോകുന്നതിന് മുമ്പ് അവസാനമായി, എന്നെ തടയരുത്, അവസാനമായി ഞാനൊരു കാര്യം കാണിച്ചു തരാണ്. ഒന്ന് കണ്ടുനോക്കി. ഒരു വാർത്തയാണ്. ശ്രീകോവിലിനുള്ളിൽ കയറിയെന്ന പേരിൽ ആൾക്കൂട്ട വിചാരണ നേരിട്ട അയാൾ അമ്പലക്കുളത്തിൽ മരിച്ച നിലയിൽ. ആലപ്പുഴ തുറവൂർ TD ക്ഷേത്രക്കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പട്ടണക്കാട് സ്വദേശി സമ്പത്തിനെയാണ്. ആൾക്കൂട്ട വിചാരണ നേരിട്ടതിന്റെയും ക്ഷേത്ര ജീവനക്കാരുടെ മുന്നിൽ വെച്ച് കുത്തിയതോട് ASI സമ്പത്തിന്റെ മുഖത്തടിക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിന് ലഭിച്ചിരുന്നു. ഈ വാർത്ത നിങ്ങളെല്ലാം കണ്ടല്ലോ അല്ലേ? ഇത് മുസൽമാൻ ഭരിക്കുന്ന രാജ്യത്താണോ? ഇവിടുത്തെ ഏതെങ്കിലും പ്രധാനപ്പെട്ട തസ്തികയിൽ മുസൽമാനാണോ ഇരിക്കുന്നത്? അല്ല. അദ്ദേഹം ആത്മഹത്യ ചെയ്യാനുള്ള കാരണം ആരാണ്? മുസൽമാനാണോ? അല്ല. ഇവിടെ ഈ പാവപ്പെട്ട ഹൈന്ദവ സഹോദരനെ ഉപദ്രവിച്ചതാരാണ്? തല്ലിയതാരാണ്? അവസാനം അദ്ദേഹത്തിനെ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിച്ചതാരാണ്? അല്ല, നമ്മളാരുമല്ല. ഓക്കെ ആണല്ലോ. അപ്പോൾ ഞാനിവിടെ നിൽക്കുന്നതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. ഞാനിവിടെ നിൽക്കുമ്പോഴാണ് നിങ്ങളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുക. പോട്ടെ. അടുത്തത് നമ്മുടെ ഈ 21-ാം നൂറ്റാണ്ടിൽ, 19-ാം നൂറ്റാണ്ടിലൊന്നും 21-ാം നൂറ്റാണ്ടിലെ ചില വാർത്തകൾ നിങ്ങളിന്ന് കേൾപ്പിക്കാം. എന്നിട്ട് പറയണം ഇന്നിപ്പോൾ ഈ രാജ്യം ഭരിക്കുന്നതും ഇതിന് മുമ്പ് ഭരിച്ചതൊക്കെ മുസൽമാന്മാരാണോ എന്ന് നോക്കണം. ഈ വാർത്തയിൽ കാണാൻ പോകുന്ന സംഭവ വികാസങ്ങൾ മുഴുവനും മുസൽമാൻ ഭരിക്കുന്ന കാലഘട്ടത്തിലാണോ എന്ന് നിങ്ങൾ പറയണം. മുസൽമാനാണോ ഇതിന്റെ പിന്നിലെന്ന് നിങ്ങൾ പറയണം. ജാതി വിവേചനം കൊണ്ട് നടക്കുന്ന പാർട്ടിയാണ് BJP. എല്ലാ പദവികളും സവർണ ജാതിക്കാർ പങ്കിട്ടെടുക്കുന്നു. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ജാതി വിവേചനം എന്ന ആക്ഷേപം ഉയരുന്നു. കഴകം പ്രവർത്തിക്കുന്ന നിയമിതനായ ഈഴവ സമുദായത്തിൽപ്പെട്ട തിരുവനന്തപുരം സ്വദേശി VA ബാലുവിനെ തന്ത്രിമാരുടെ സമ്മർദ്ദത്തെ തുടർന്ന് മാറ്റി നിർത്തിയെന്നാണ് ഇപ്പോൾ പരാതി ഉയരുന്നത്. കാലം ഇത്ര മാറിയിട്ടും തന്ത്രിമാർക്ക് നേരം പൊളന്നിട്ടില്ല എന്നാണ് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ 24 പ്രതികരിച്ചത്. ശബരിമല മേൽശാന്തി നിയമനത്തിൽ ജാതി വിവേചനം. ഈഴവ സമുദായ അംഗമായ ശാന്തിയുടെ അപേക്ഷ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിരസിച്ചു. മലയാള ബ്രാഹ്മണനല്ലാത്തതിനാൽ അവസരം നൽകാനാകില്ലെന്നാണ് ദേവസ്വം ബോർഡ് നിലപാട്. ക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ താൻ ജാതി വിവേചനം നേരിട്ടുവെന്ന് ദേവസ്വം മന്ത്രി K. രാധാകൃഷ്ണൻ. ഒരു ക്ഷേത്രത്തെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തപ്പോഴാണ് ജാതിയുടെ പേരിൽ തന്നെ മാറ്റി നിർത്തിയതെന്നാണ്